ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്കോസ് നെസ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒമാനിലെ മസ്കറ്റിലെ റൂബിയിലുള്ള സെൻറ് തോമസ് മാർത്തോമ ചർച്ചിലെ അത്യുന്നതൻ്റെ പിറവി എന്ന സൺഡേ സ്കൂൾ കരോൾ പ്രോഗ്രാംസും മറ്റ് കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കരുണയും കരുതലും അന്യം നിന്ന് പോകുന്ന വർത്തമാനകാല സഭാവാക്യങ്ങളിൽ ആർദ്രതയും സ്നേഹവും അവരണീയത്തിലെന്ന ക്രിസ്തു സാക്ഷ്യത്തിന്റെ പരാമർശങ്ങൾ നമുക്ക് കൈകൊണ്ടാണ്. ഈ ദുരിതം മരണത്തിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ചെയ്യുന്ന കാര്യങ്ങളെയും സമാധാനത്തെ നടത്തേണ്ടത് ആ ആർദ്രതയുടെ ഉയർത്തിൽ നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. മാർത്തോമ സൺഡേ സ്കൂൾ കേന്ദ്രമാണ് ഹൃദയ വികസനം സമർപ്പിക്കുന്നു. കരുണാകരൻ എന്റെ മോനെ, അമ്മയ്ക്ക് നല്ല ക്ഷീണം മോൻ പോയിട്ട് വാ. ദൈവം എന്ന് വെച്ചാൽ വൈകിട്ട് ക്രിസ്മസ് കരോളിന് വരാം. ശരി അമ്മേ, എന്നാ ഞാൻ പോയിട്ട് വരാം. മോനെ, തോളിലൂടെ സൂക്ഷിച്ചു പോകണം. പോകുമ്പോൾ അപ്പുറത്തെ രാജുവിനെ കൂടി വിളിക്കണേ. ഞാൻ വിളിച്ചോളാം. അമ്മേ, ക്രിസ്മസ് കേക്ക് വാങ്ങിച്ചില്ലല്ലോ. എനിക്ക് പുതിയ ഒടുക്കം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ദീനം കാരണം ഈ ആഴ്ച ഞാൻ ജോലിക്ക് പോയില്ലല്ലോ മോനെ, അതുകൊണ്ട് പൈസ ഒത്തു കിട്ടിയില്ല. മോന് ദൈവം ഒരു കേക്ക് കരുതല്ലോ. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. അതെ അതെ, വല്യേച്ചിന്റെ കുർബാന അധികം, കൊച്ചസിന്റെ പ്രസംഗവും സൂപ്പർ. എനിക്കാണെങ്കിൽ ഉറക്കം വന്നതേ ഇല്ല. കൂട്ടുകാരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്ത് തിരക്കാണില്ലേ? ഞങ്ങൾ ഇന്നലെ തന്നെ കേക്ക് മേടിച്ചു. നീ മേടിച്ചോ? ഇല്ലടാ, അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ പപ്പയോട് പറഞ്ഞ് നിനക്കൊരു കേക്ക് മേടിച്ചു. വേണ്ടടാ, ദൈവം നമുക്കൊരു കേക്ക് തരുമെന്ന് അമ്മ പറഞ്ഞു. എന്നാ വാ, നമുക്ക് പോകാം. നീ പോയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നേക്കാം. എന്താ മോനോടെ ഇരിക്കുന്നത്? കേക്ക് കിട്ടിയില്ല? ഇല്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അങ്കിളാണ് ദൈവം. എൻ്റെ അമ്മ പറഞ്ഞു ദൈവം എനിക്കൊരു കേക്ക് തരുന്നുണ്ട്. ും
തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്ന കാലഘട്ടം. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാതെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. സൂസനാമേ, കരോന പോകുന്നില്ലേ? നമുക്ക് ഒന്നിച്ചു പോകാം. ഇവിടെ ഇരിക്കും. മോളെ വേലയാനിക്ക് കുടിക്കാൻ കൊടുക്ക. ഇതെന്റെ നിർമ്മല മോളുടെ കൂട്ടുകാരിയാണ്, സിസ്റ്റർ അമല. ഈശോ വിശ്വസിച്ചായിട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മേരി, ക്രിസ്മസ് എത്തറ്റുമായി കേക്കൊക്കെ മേടിച്ചോ? എൻ്റെ കാശില്ലാത്ത സൂസനാമേ, മോൻ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ ആരോ അതിൽ കേക്ക് വാങ്ങി കൊടുത്തു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്റെ നിർമ്മലമോളില്ലാത്ത ആദ്യത്തെ ക്രിസ്മസ് ആണിത്. നമ്മുടെ നിർമ്മലമോൾ എത്ര നല്ലവരായിരുന്നു. ഞങ്ങളുടെ കോൺവെന്റിലെ ഏറ്റവും മിടുക്കിയും നിഷ്കളങ്കയുമായിരുന്നു സിസ്റ്റർ നിർമ്മല. വടക്കേ ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്നത് അവളുടെ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. അവളെ കൊന്നുകളയാൻ അയാൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ദൈവം തന്നു, ദൈവം എടുത്തു. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരാൾ വരുന്നു. ഇയാൾക്ക് നല്ല പരിചയം തോന്നുന്നല്ലോ. ഇത് നിർമ്മല സിസ്റ്ററിന്റെ വീടാണോ? അതെ, എന്ത് വേണം? ഇതയാൾ തന്നെ. എനിക്ക് നിർമ്മല സിസ്റ്ററിന്റെ അമ്മയെ കാണാം. മോളെ, അയാളോട് അകത്തേക്ക് വരാൻ പറയൂ. അകത്തേക്ക് വരൂ. ഞാനാണ് നിർമ്മലയുടെ അമ്മ. ഇയാളാണ് നിർമ്മലയെ കൊണ്ടത്. നിങ്ങളാണ് ഞങ്ങളുടെ നിർമ്മലയെ കൊണ്ടത്. ആ മഹാഭാവി ഞാനാണ്. എന്നോട് ക്ഷമിക്കൂ. എഴുന്നേൽക്കൂ. ഞാൻ നിങ്ങളോട് എന്നേ ക്ഷമിച്ചിരിക്കുന്നു. അമ്മ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നിർമ്മല സിസ്റ്റർ ബാക്കി വെച്ചത് ഞാൻ പൂർത്തീകരിക്കും. നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും എനിക്കുണ്ടാകും. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അമ്മേ, എന്നാൽ ഞാൻ പോകട്ടെ. ഇന്ന് ഞങ്ങളുടെ പള്ളിയിലെ ക്രിസ്മസ് കരോളാണ്. അതിൽ കൂടി പങ്കെടുത്തിട്ട് പോകാം.
എന്നാൽ ഇസ്രായേലിന്റെ വീട്ടിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായുള്ള മടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തന്റെ അതിരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസുകൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.